നമസ്കാരം. രണ്ടാഴ്ച മുൻപ് കേരളത്തിലെ പ്രശസ്തമായ ഒരു ആസ്പത്രിയിൽ ഞാനും ഭർത്താവും ചെന്നു. പരിശോധനകളെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി ഒരു ഫോമുമായി വന്നു. മാഡം, ഇതിലൊന്ന് സൈൻ ചെയ്തു തരണം. ഞാൻ ആ പേപ്പർ വാങ്ങി നോക്കി. 10-20 ചോദ്യാവലികളാണ്. ഗുഡ്, വെരി ഗുഡ്, ബാഡ്, വെരി ബാഡ് തുടങ്ങിയ ഉത്തരങ്ങളുമുണ്ട്. അവർ തന്നെ ടിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ ചോദിച്ചു, ഇതെന്താ? ഈ ആസ്പത്രിയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാനല്ലേ എഴുതേണ്ടത്? എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ ടിക്ക് ചെയ്യാനാവും? നിങ്ങളുടെ ഇഷ്ടപ്രകാരം ടിക്ക് ചെയ്തിട്ട് ഞാൻ ഒപ്പിട്ട് തരണമെന്നാണോ? നിങ്ങളുടെ ആസ്പത്രിയുടെ ഇടപാടിൽ എൻ്റെ അഭിപ്രായം നിങ്ങൾ എഴുതിയാൽ എങ്ങനെയാ? പെൺകുട്ടി ചമ്മി. അവർ പരസ്പരം നോക്കി. ഞാൻ ഒപ്പിടാതെ മടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്ന് മടങ്ങുമ്പോൾ മറ്റൊരു കുട്ടി അതേ ഫോമുമായി വന്നു. ഇത്തവണ ടിക്ക് ചെയ്യാത്ത പേപ്പറായിരുന്നു. അത് വാങ്ങി ശരിക്കുള്ള എൻ്റെ അഭിപ്രായം ടിക്ക് ചെയ്തു കൊടുത്ത് ഒപ്പിട്ട് നൽകി. ഞങ്ങൾ മടങ്ങി. സത്യം പറയാമല്ലോ, ആ ആസ്പത്രിയുടെ ഇടപാട് കുറ്റമറ്റതായിരുന്നു. ഞങ്ങൾ തൃപ്തരായിരുന്നു. നിങ്ങൾക്കും പലയിടത്തും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഇത്തിരി നാൾ മുൻപ് ഞാനൊരു കാർ വാങ്ങി. അവരുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന കിളിനാദം ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും, മാഡം, ഓൺലൈനിൽ വരുന്ന ആ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് വിട്ടേക്കണേ, എല്ലാം വെരി ഗുഡ് നൽകിയാൽ നന്നായിരുന്നു എന്ന്. ഇതൊന്നും സേവനമല്ല. ആസ്പത്രി ആയാലും കാറായാലും മറ്റ് ഓഫീസുകളായാലും നമ്മൾ നൽകുന്ന പണത്തിന് കിട്ടേണ്ട അവകാശമാണ് മാന്യമായ ഇടപാടുകൾ. അവർ പറയും പോലെ ടിക്ക് ചെയ്യരുത്. നമ്മുടെ വിലയിരുത്തലനുസരിച്ച് മാത്രം മാർക്കിടുക. മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന ഒരുതരം തട്ടിപ്പാണിത്. തങ്ങളുടെ ഇടപാടുകാർ 100% സംതൃപ്തരാണെന്ന് മേധാവികളെ അറിയിക്കാനുള്ള തന്ത്രം. അതവരുടെ മിടുക്ക്. അപ്പുറത്ത് നിന്നയാൾ ഓക്കെ പറഞ്ഞതുകൊണ്ട് നമ്മളും ഓക്കെ പറയരുത്. വല്ലവനെ നിയന്ത്രിക്കാൻ ജീവിതത്തെ വിട്ടുകൊടുക്കരുതെന്ന് സാരം. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം, പക്ഷേ ബഹളം ഉണ്ടാക്കരുത് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. വീണ്ടും കാണാം.